അല്ലാഹുവേ, കരുണക്കടലായ രാജസയ്യിദായ അല്ലാഹ്, ഒരു മേഖലയിലും ഞങ്ങൾക്ക് നീ അഹങ്കാരം തരല്ല അല്ലാഹ്. ഞാനാണ് പ്രസംഗത്തിൽ സൂപ്പർ, ഞാനാണ് ഉഷാറ് എന്ന് ഒരു പ്രഭാഷകനും മനസ്സിന്റെ അകത്ത് തോന്നാൻ പാടില്ല. പുറമേ പറഞ്ഞില്ലെങ്കിലും ചിലർക്ക് തോന്നലുണ്ടാവും ഞാൻ തരക്കേടില്ല എന്ന്. ആ തോന്നലിനെ കുറിച്ചാണ് ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നത്, നരകത്തിൽ കത്തിയെരിയുന്ന പണ്ഡിതന്മാരെന്ന്. അല്ലാഹുവേ, പാവപ്പെട്ട ഞങ്ങളെ കാക്കണേ അല്ലാഹ്. മഹാനായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ഒരു പ്രഖ്യാപനം എന്താ? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ നാട്ടിലെ പ്രമാണിമാരായ ധിക്കാരികളായ വലിയ വർഗത്തിനോട് ദഅവത്തിനെ കുറിച്ച് പറയാണ്, ദഅവത്ത് പറയാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിൽ വേറെ ദുരുദ്ദേശങ്ങളൊന്നുമില്ല. അല്ലാഹ്, ഇവന്മാരിൽ ഒരാൾ മുസ്ലിമായാൽ തന്നെ കുറെ ശല്യം ഒഴിവായി കിട്ടുമല്ലോ, അതുകൊണ്ട് അവരോട് ദഅവത്ത് നടത്താമെന്ന് പറഞ്ഞ മുതലാളിമാര് പറഞ്ഞ സമയത്ത് പുന്നാര ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ കണ്ണിന്റെ കാഴ്ചയില്ലാത്ത അന്ധനായ സ്വഹാബി പുറത്തു വന്ന് നിന്നിട്ട് യാ ഹബീബല്ലാഹ് എന്നൊന്ന് വിളിച്ചപ്പോ ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ പ്രിയപ്പെട്ട അന്ധനായ സ്വഹാബിയിലേക്ക് ഞാനൊന്ന് തിരിഞ്ഞു നോക്കിയാൽ എന്റെ മുമ്പിലിരിക്കുന്ന പ്രമാണികൾക്ക് സങ്കടമായി പോകുമോ? അവരെഴുന്നേറ്റ് പോകുമോ? അത് ഭയക്കുകയാണ്. ഇവരിൽ ഒരാൾ മുസ്ലിമായ നന്നാകുമല്ലോ എന്ന് ചിന്തിച്ചിട്ട് അന്ധനായ സ്വഹാബിക്ക് മറുപടി കൊടുക്കാതിരുന്നപ്പോൾ അല്ലാഹുവിന്റെ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറന്നിറങ്ങുന്നു. മക്കളെ, ഒരു സെക്കൻഡ് താമസിക്കുന്നില്ല. മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് ചെയ്തത് ശരിയായില്ല നബിയേ. അങ്ങൊന്ന് മുഖം ചുളിച്ചപ്പോ വേദനിച്ചതെന്റെ പ്രിയപ്പെട്ട അടിമക്കാണ് നബിയേ. അങ്ങൊന്ന് മുഖം തിരിച്ചപ്പോൾ നെഞ്ചു നൊന്തത് എന്റെ പ്രിയപ്പെട്ട അടിമക്കാണ് നബിയേ. വമാ യുദ്രീക ലഅല്ലഹു യസക്കാ. അവർ ഇസ്ലാം മതം സ്വീകരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ നബിയേ? അഹങ്കാരികൾ, ആ പ്രമാണി വർഗം, അവരോട് പോകാൻ പറ നബിയേ. അവര് എന്നെ മനസ്സിലാക്കിയിട്ട് ഷഹാദത്ത് കലിമ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ നബിയേ? അവരങ്ങ് പോട്ട് അവരുടെ പാട്ടിന് വിട്ടേക്കുക റസൂലേ.